എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേസർ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനായ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലത്തെ ഒരു ഭാഗമാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യനെ കുറിച്ച് ഫസ്റ്റ് വൺ, വാട്ട് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ? എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ? ഓപ്ഷൻ തന്നത് MI², MAL, AR², നൺ ഓഫ് ദി മെൻഷൻഡ്. എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്? അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് A×R² എന്നാണ്. A എന്ന് പറയുന്നത് ഏരിയയും R എന്ന് പറയുന്നത് ഡിസ്റ്റൻസുമാണ്. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ MI മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A×R², AR². ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഫോർമുല എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. K² = I/A, K² = I²/A, K² = I²/A², K² = I/A ½ ഇതിൽ ഏതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഫോർമുല? ഓപ്ഷൻ എ K² = I/A അല്ലെങ്കിൽ K = √I/A എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് ഈസ് എ ഡിസ്റ്റൻസ് സച്ച് ദാറ്റ് its square is multiplied by area gives the moment of inertia of the area about a given axis. അതായത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് K² × A, അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സ്ക്വയർ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻറ്റു ഏരിയ എന്ന് പറയുന്നതാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ K = √I/A. PSC മാറി ചോദിക്കാറുണ്ട് കേട്ടോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ? സർക്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല എന്താണെന്നാണ് ചോദ്യം. πd⁴/64, πd³ πd³/64, πd⁴/32. അപ്പോൾ എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്? πd⁴/64 അതാണ് സർക്കുലർ സെക്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇതുപോലെ 2-3 സെക്ഷൻസിൻ്റെ ഫോർമുലകൾ നമുക്ക് ഓർത്ത് വയ്ക്കാണ്ട്. അപ്പോൾ സർക്കുലർ സെക്ഷൻ്റെ ഫോർമുല, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല എന്ന് പറയുന്നത് πd⁴/64. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അതിൽ വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്? അപ്പോൾ മൊമെൻറ്റം ഓഫ് ഇനർഷ്യയിൽ വരുന്ന 2 തിയറമാണ് പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. ഇതിൽ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. IZZ = IXX - IYY, IZZ = IXX + AH², IZZ - IXX = IYY, നൺ ഓഫ് ദി മെൻഷൻഡ്. ഇതിൽ ഏതാണ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ്? ഓപ്ഷൻ സി IZZ - IXX = IYY. അതായത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത് IZZ = IXX + IYY എന്നാണ്. അപ്പോൾ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് സ്റ്റേറ്റ് ദാറ്റ് if IXX and IYY be the moment of inertia of a plane section about two mutually perpendicular axes X and YY in the plane of the section. അപ്പോൾ IXX IYY എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി 2 പ്ലെയിനുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനാണ് ZZ. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് IZZ എന്ന് പറയുന്നത് ഈ 2ൻ്റെ സമ്മേഷൻ ആയിരിക്കും. അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, IZZ = IXX + IYY അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് തിയറം ഓഫ് പാരലൽ ആക്സിസ്? ആ പാരലൽ ആക്സിസ് തിയറം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. IAD = IG + AH, IAB = AH² + IG, IAB = IG - AH², IAB = IG + IXX. ഇതിൽ ഏതാണ് തിയറം ഓഫ് പാരലൽ ആക്സിസ്? തിയറം ഓഫ് പാരലൽ ആക്സിസ് എന്ന് പറയുന്നത് IAB = IG + AH². ഇനി IG എന്ന് പറയുന്നത് എന്താ? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ ഏരിയ അബൌട്ട് ആൻ ആക്സിസ് ഇൻ ദ പ്ലെയിൻ ഏരിയ ത്രൂ ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ പ്ലെയിൻ ഏരിയ. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടിയുള്ള ആ ഒരു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ റെപ്രസെൻറ്റ് ചെയ്യുന്നത് IG എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. Then the moment of inertia of a given plane area about a parallel axis. അപ്പോൾ പാരലൽ ആക്സിസ് ABക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് IG, സെൻട്രോയിഡൽ ആക്സിസിനുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ + A × H². A എന്ന് പറയുന്നത് ഏരിയയും H എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് H ഫ്രം ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ആ ഡിസ്റ്റൻസുമാണ് H എന്ന് പറയുന്നത്. അപ്പോൾ IAB എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പ്ലെയിൻ AB
പാരലൽ ആക്സിസ് എ ബി എന്ന് പ്ലെയിനിൻ്റെ പാരലൽ ആക്സിസ് എ ബി എന്ന് പറയുന്നത് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെൻട്രൽ ഗ്രാവിറ്റിയുടെ അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ എന്നാണ്. വേറെ എ എന്നത് ഏരിയ എന്ന് പറയുന്നു, എച്ച് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ളത്. അപ്പോൾ അതാണ് തിയറം ഓഫ് പാരലൽ ആക്സിസ്. അപ്പോൾ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് പറഞ്ഞു ഐ സെഡ് സെഡ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. തിയറം ഓഫ് പാരലൽ ആക്സിസ് ഐ എ ബി is equal to ഐ ജി പ്ലസ് എ എച്ച് സ്ക്വയർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഫോർമുല നമ്മൾ പറഞ്ഞു അല്ലേ, കെ is equal to സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എ അല്ലേ. അപ്പോൾ ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്ത് വരും? മീറ്റർ റേസ് ടു 4. ഇനി അതേപോലെ ഐ ബൈ എ എന്നാണ്, എ എന്ന് പറയുന്നത് ഏരിയ ആണ്. അപ്പോൾ എന്ത് വരും? മീറ്റർ റേസ് ടു 4 ബൈ മീറ്റർ സ്ക്വയർ എന്ന് വരും. അപ്പോൾ മീറ്റർ സ്ക്വയർ എന്ന ആൻസർ കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, സോ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് 5 ബൈ എ അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് മീറ്റർ റേസ് ടു 4 ബൈ മീറ്റർ സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മീറ്റർ സ്ക്വയർ വരും മീറ്റർ, അതാണ് അതിൻ്റെ യൂണിറ്റ് വരിക. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ അബൌട്ട് ദി ബേസ്? അപ്പോൾ നേരത്തെ നമ്മൾ സർക്കുലർ സെക്ഷൻ്റെ പറഞ്ഞു, പൈ ഡി റേസ് ടു 4 ബൈ 64 ആണ്. ഇതെന്ന് പറയുന്നത് ട്രയാങ്കുലർ സെക്ഷൻ ആണ്. ട്രയാങ്കുലർ സെക്ഷൻ്റെ അബൌട്ട് ദി ബേസ് എന്ത് വരും? ബി എച്ച് സ്ക്വയർ ബൈ 12, ബി എച്ച് ക്യൂ ബൈ 12, ബി എച്ച് ക്യൂ ബൈ 6, ബി എച്ച് സ്ക്വയർ ബൈ 6. ഇതിൽ ഏതാണ് ട്രയാങ്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ബേസ്? അബൌട്ട് ദി ബേസ് ആണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ബി എച്ച് ക്യൂ ബൈ 12 ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ട്രയാങ്കുലർ സെക്ഷൻ ആണ്, അബൌട്ട് ദി ബേസ് ആണ്, ഫോർമുല ബി എച്ച് ക്യൂബ് ബൈ 12. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ദി ബേസ്? ഇത് അബൌട്ട് ആൻ ആക്സിസ് ആണ് പറയുന്നത്, പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും പാരലൽ ടു ദി ബേസ് ആയിട്ടുള്ള അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? അപ്പോൾ നമ്മളത് ചെയ്യുന്നത് നമ്മുടെ പാരലൽ ആക്സിസ് തിയറൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലിപ്പോൾ ആൻസർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബി എച്ച് ക്യൂ ബൈ 12, ബി എച്ച് ക്യൂ ബൈ 24, ബി എച്ച് ക്യൂ ബൈ 36, ബി എച്ച് ക്യൂ ബൈ 6. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ബി എച്ച് ക്യൂ ബൈ 36 ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പാരലൽ ടു ദി ബേസ് എന്ന് പറയുന്നത് ബി എച്ച് ക്യൂ ബൈ 36. മാറിപ്പോവരുത് കേട്ടോ, ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. ട്രയാങ്കുലർ സെക്ഷൻ്റെ 2 കേസാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, വാട്ട് വിൽ ബി ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കിൾ ഇൻ സെൻറ്റിമീറ്റർ റേസ് ടു 4 ഓഫ് ഡയമീറ്റർ ഈസ് 10 സെൻറ്റിമീറ്റർ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് ചോദിക്കുന്നത് സർക്കുലർ സെക്ഷൻ്റെ. സർക്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക, പൈ ഡി റേസ് ടു 4 ബൈ 64. ഇക്വേഷനാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 491.07 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചാൽ ആ ഫോർമുല അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, വാട്ട് വിൽ ബി ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ സർക്കുലർ പ്ലേറ്റ് ഓഫ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ? അപ്പോൾ നേരത്തെ നമ്മൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? കെ is equal to സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എ. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏരിയ കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാം അല്ലേ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സർക്കുലർ സെക്ഷൻ്റെ പൈ ഡി റേസ് ടു 4 ബൈ 64 ആണ്. ഏരിയ എന്ന് പറയുന്നത് എന്താ? പൈ ബൈ 4 ഡി സ്ക്വയർ ആണ്. ഡി ഇവിടെ 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ is equal to സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ 2.5 സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെയും ഏരിയയുടെയും ഒക്കെ ചെയ്യാറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ അബൌട്ട് ആൻ ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റെക്ടാങ്കുലർ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ബി ഡി ക്യൂ ബൈ 6, ബി ഡി സ്ക്വയർ ബൈ 12, ബി സ്ക്വയർ ഡി സ്ക്വയർ ബൈ 12, ബി ഡി ക്യൂ ബൈ 12. ഇതിൽ ഏതാണ് റെക്ടാങ്കുലർ സെക്ഷൻ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 12 ആണ് കേട്ടോ. റെക്ടാങ്കുലർ സെക്ഷൻ അബൌട്ട് ആൻ ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 12. അപ്പം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ അബൌട്ട് ആൻ ഹൊറിസോണ്ടൽ ആക്സിസ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 12 ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ അബൌട്ട് ആൻ ഹൊറിസോണ്ടൽ ആക്സിസ് പാസിംഗ് ത്രൂ ദി ബേസ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ബി ഡി ക്യൂ ബൈ 12, ബി ഡി ക്യൂ ബൈ 6, ബി ഡി ക്യൂ ബൈ 3, ബി ഡി സ്ക്വയർ ബൈ 3. എന്താണ് ഇക്വേഷൻ? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ അബൌട്ട് ആൻ ഹൊറിസോണ്ടൽ ആക്സിസ് പാസിംഗ് ത്രൂ ദി ബേസ് എന്ന് പറയുന്നത് ബി ഡി ക്യൂ ബൈ 3 ആണ്. അപ്പോൾ ഈ ഫോർമുലാസ് ഒരു റെക്ടാങ്കുലർ സെക്ഷൻ 2 ഉണ്ട്, ട്രയാങ്കുലർ സെക്ഷൻ 2 ഉണ്ട്.
പിന്നെ സർക്കുലർ സെക്ഷൻ ടവറാണ്. ഈ 5 ഫോർമുലയും മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. What will be the moment of inertia of the given rectangle about an horizontal axis passing through the base? നേരത്തെ പറഞ്ഞ ഫോർമുലാസ് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ അബൌട്ട് എ ഹൊറിസോണ്ടൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ ബേസ്? അതിൻ്റെ ഫോർമുല എന്താ? BdQ/3 എന്നാണ്. ഓക്കെ, അപ്പം അതിൽ ഡി എന്ന് പറയുന്നത് നമ്മളോട് എന്താ പറയുന്നത്? അബൌട്ട് എ ഹൊറിസോണ്ടൽ ആക്സിസ് എന്നാണ്, പാസിംഗ് ത്രൂ ദ ബേസ്. ബി അറിയാം, DU അറിയാം. നമുക്ക് രണ്ടും അറിയുന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. What will be the moment of inertia of the given triangle about an axis passing through center of gravity and parallel to the base? അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ട്രയാങ്കിൾ about an axis passing through center of gravity and parallel to the base ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് BHQ/36 ആണ്. BU അറിയാം, HU അറിയാം, 4 mm ആണ്. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 7.11 mm/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. 2 തിയറംസ്, പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറഞ്ഞു. പിന്നെ ഡിഫറെൻറ്റ് സെക്ഷൻസിൻ്റെ ഫോർമുലാസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.